നമസ്കാരം. ചൈനയുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 5 വർഷത്തിനു ശേഷം ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിന് പരിഹാരം കാണുന്നതിനും ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുമായി മുതിർന്ന ഇന്ത്യൻ ചൈനീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായാണ് അദ്ദേഹം ചൈനയിലെത്തുന്നത്. ഞായറാഴ്ച സിംഗപ്പൂരിലേക്കും ശേഷം ചൈനയിലേക്കും 3 ദിവസത്തെ സന്ദർശനം നടത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. 2020 ചൈനയുമായി അതിർത്തി സംഘർഷം ഉണ്ടായതിനു ശേഷം ഇത് ആദ്യമായാണ് വിദേശകാര്യമന്ത്രിയുടെ ചൈന സന്ദർശനം. ജൂലൈ 13 മുതൽ 15 വരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂരും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും സന്ദർശിക്കും. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 14, 15 തീയതികളിലായി തിയാൻജിൻ നിശ്ചയിച്ചിരിക്കുന്ന വിദേശകാര്യ മന്ത്രിമാരുടെ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ 9 സ്ഥിര അംഗ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. SCOയുടെ നിലവിലെ അധ്യക്ഷൻ ചൈനയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബീജിംഗ് സന്ദർശിക്കുകയും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഷിയുമായി വിഷയത്തിൽ പ്രത്യേക പ്രതിനിധികളുടെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രിയും ചൈന സന്ദർശിക്കുന്നത്. സിംഗപ്പൂരിലെത്തുന്ന ജയശങ്കർ ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും. തുടർന്ന് ടിയാജിനിൽ നടക്കുന്ന SCO കൗൺസിൽ ഓഫ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് ഇരുവരും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. 5 വർഷത്തിനിടെ നടക്കുന്ന ആദ്യ ഉഭയകക്ഷി ചർച്ചയായിരുന്നു ഇത്. ലഡാക്കിലെ നിയന്ത്രണ രേഖയിലെ സേനാ പിന്മാറ്റം ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനെന്ന പോലെ ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും പുരോഗമനത്തിനും ഇന്ത്യ ചൈന സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നും മോദി പറഞ്ഞിരുന്നു. കഴിഞ്ഞ 4 വർഷമായി അതിർത്തിയിൽ തുടരുകയായിരുന്ന പ്രശ്നങ്ങൾ സമവായം എത്തിക്കുന്നതിന് ഇന്ത്യ സ്വാഗതം ചെയ്തു. അതിർത്തിയിലെ ശാന്തിയും സ്ഥിരതയും പുലർത്തേണ്ടതായിരിക്കണമെന്നും നമ്മുടെ മുൻഗണന. പരസ്പര വിശ്വാസം, ബഹുമാനം എന്നിവയായിരിക്കണം സഹകരണത്തിന്റെ അടിസ്ഥാനമെന്നും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യണമെന്നും മോദി ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അതിനായി ഇപ്പോൾ ജയശങ്കറും എത്തിയിരിക്കുന്നത്.